Hey all, welcome back to Motoholic 390. നമ്മൾ ഇന്നത്തെ പരിപാടി ത്രിമൂർത്തി ഹിൽസ്. നമ്മൾ പലപ്പോഴും പല വഴിക്ക് നമ്മൾ പോകുമ്പോൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇതുവരെ അങ്ങോട്ട് പോയി നോക്കിയിട്ടില്ല. പലപ്പോഴായിട്ട് നമ്മുടെ കണ്ണിൽ കണ്ടിട്ടുള്ള ഒരു മലയാണ് ത്രിമൂർത്തി ഹിൽസ് ആൻഡ് ത്രിമൂർത്തി ടെമ്പിൾ. അപ്പോൾ ഇന്ന് നമുക്ക് എന്തായാലും അങ്ങോട്ടായിരിക്കാം യാത്ര എന്ന് വിചാരിച്ചു. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ വഴിക്ക് കാണാം. ത്രിമൂർത്തി ഹിൽസിലോട്ടാണ് നമ്മുടെ ഇന്നത്തെ യാത്ര, അതും MM540 ആയിട്ട്. ലെറ്റ്സ് ഗോ. എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യത്തെ പാച്ചിങ് കൊടുത്തുള്ള കേരള ഗവൺമെന്റിന്റെ എഞ്ചിനീയർക്കാ, അല്ലെങ്കിൽ കേരളത്തിലെ ഹൈവേയിലെ എഞ്ചിനീയർമാർക്കായിരിക്കും. അതുപോലെ ഏത് റോഡ് നോക്കി സ്ട്രൈറ്റ് റോഡ്. ചില പാച്ചുകളുണ്ട്, കുഴപ്പമില്ല. എന്നാലും തമിഴ്നാട് റോഡ് അടിപൊളിയാണ്. രണ്ട് സൈഡും മരങ്ങളും കാര്യങ്ങളും. വേറൊരു ഫീലാണ് തമിഴ്നാട് റോഡ്. വണ്ടി ഓടിക്കാൻ തന്നെ രസമാണ്, റിലാക്സേഷൻ ഫീലാണ്. പിന്നെ ത്രിമൂർത്തി ഹിൽസിനെ പറ്റി അറിയാലോ. ഈ വെള്ളം എവിടേക്കാണ് കൊണ്ടുപോകുന്ന കാര്യങ്ങളെല്ലാം ഞാൻ മുകളിൽ ഡാമിലെത്തിയിട്ട് പറഞ്ഞുതരാമെങ്കിൽ. അടിപൊളിയാണ് ത്രിമൂർത്തി ഹിൽസ്. അങ്ങനെ അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്തൊരു സ്ഥലമാണ്. വേറെ വ്യൂ ഇല്ലേ? ഇതാണ് ഗൈസ് ത്രിമൂർത്തി ഡാം. നമുക്ക് അങ്ങനെ ഇറങ്ങി പോകണമെങ്കിൽ നോട്ടെ തിരിച്ചു വരുന്ന നോക്കാൻ പോയി. ആദ്യം നമുക്ക് ഹിൽസ് കണ്ടിട്ട് വരാം. അതെ, നമ്മൾ ഈ പളനി വഴി കൊടൈക്കനാലും അങ്ങോട്ടൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുള്ളൂ ത്രിമൂർത്തി ഹിൽസ്. ത്രിമൂർത്തി ഹിൽസ് എന്താണ് ആക്ച്വലി ത്രിമൂർത്തി ഹിൽസ് എന്നുള്ളത് ഇന്ന് നമുക്കറിയാം. ചില്ലറ അല്ല ഇവിടെ 50 രൂപ. ഗൂഗിൾ പേ കയ്യിൽ പൈസ ഉണ്ടോ? പൈസ ഇല്ല കയ്യിൽ. ഗൂഗിൾ പേ വേണം. ഓടി പോവാ. അങ്ങനെ നമ്പർ ഞാൻ പോട്ടിവിടല. തിരുമ്പി വരുമ്പോ പോതുമാ അങ്ങനെ പോട്ടിട്ട്. ഓക്കെ, നന്ദി. നമ്മളിത് ത്രിമൂർത്തി ഹിൽസ് എത്തിയിട്ടുണ്ട്. അവിടെ വണ്ടി നൈസായിട്ട് ബാക്കിൽ പാർക്ക് ചെയ്തിട്ട് ഫ്രണ്ടിലോട്ട് നടക്കണം ഗൈസ്. ഇവിടെ എന്താണ് സംഭവം നമുക്കറിയാൻ പാടില്ല. കുറേ ടൂറിസ്റ്റുകളുടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഇവിടെ കുളിക്കാനുള്ള ഒരു സൗകര്യം ഉണ്ട്. മീൻസ് ചോല അല്ലെങ്കിൽ പുഴയോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ടെന്ന് തോന്നുന്നു. ഐ തിങ്ക് സോ. കുറേ ആൾക്കാർ തോർത്തുമുണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കണ്ടായി. എനിവേ നമുക്ക് പോയി നോക്കാം. ആക്ച്വലി എന്താ പറയുക, മഴക്കാലത്ത് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ്, മീൻസ് ആ ഭാഗത്തു കൂടെയൊക്കെയാണ് വെള്ളം ഒഴുകി പോവുക. അമ്പലം വേറൊരു വൈബാണ് കേട്ടോ. മഴക്കാലൊക്കെ ആകുമ്പോണ്ടല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഇതുപോലെ മഴക്കാലമായ പുഴകളിൽ വെള്ളം പൊന്തുമല്ലോ, അതുപോലെ തന്നെ പുഴകളിൽ ഇവിടുത്തെ ഈ പുഴയിൽ വെള്ളം പൊന്തി കഴിഞ്ഞാൽ ഇത് കവറപ്പായിട്ടാണ് വെള്ളം ഒഴുകി പോവുക. ആക്ച്വലി ഇത് കൂടെയൊക്കെയാണ് വെള്ളം ഒഴുകി പോവുക. ഓക്കെ, ആ സമയത്ത് ആക്ച്വലി അമ്പലം ക്ലോസ്ഡ് ആണ്. പിന്നെ ഇത് കാണാൻ വേണ്ടി മാത്രം വരുന്നവർക്ക്, ടൂറിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർക്ക് വരാം. അമ്പല ദർശനം ക്ലോസ് ആയിരിക്കും. കാര്യം അമ്പലം മൊത്തത്തിൽ ക്ലോസ് ആയിരിക്കും.
തമിഴ്നാട് അമ്പലങ്ങൾ ഭയങ്കര പീസ് കേട്ടോ, ഭയങ്കര ശാന്തി സമാധാനം അങ്ങനെ ഒരു വൈബാണ് ഗൈസ്. ഈ പാറയൊക്കെ നോക്കി, ഏത് മൂട് നോക്കി അല്ലേ, ഏതൊക്കെയോ മഴക്കാലത്ത് ഒലിച്ച് വന്നിട്ടാണ് നോക്കെ, ഇത്ര വലിയ ഫ്ലഡിൽ വന്നിട്ട് ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കണമെന്നാണ് നോക്കെ മുകളിൽ നിന്ന്. ഈ കാണുന്ന കല്ലുകളൊക്കെ അങ്ങനെ വന്നിട്ടില്ല കേട്ടോ, മുന്നത്തെ വലിയ വെള്ളപ്പൊക്കത്തിൽ വലിയ മഴ വെള്ളപ്പാച്ചിലിൽ വന്നിട്ടുള്ള കല്ലുകളൊക്കെ. ഈ കല്ലൊക്കെ നോക്കി നിങ്ങൾ, ഏതസാരോ അല്ലേ, ഇതൊക്കെ എങ്ങനെ വന്നിട്ടല്ലേ, വെള്ളത്തിൻ്റെ ഒരു പവർ നിങ്ങൾ ആലോചിക്കണം അല്ലേ. ഏതാ മൂട്, ഭീകര മൂട്. ഇത് ഇച്ചിരി കല്ലല്ല കേട്ടോ, ഞാനൊക്കെ ഇതിൻ്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂ. ബാക്കി നോക്കി നിങ്ങൾ ബെഡാകല്ലേ, അവിടുന്ന് ഇങ്ങനെ മലയെന്നിങ്ങനെ ഒഴുകി വരണം ടൈപ്പാണ് ഇത്. ആക്ച്വലി ഇപ്പോൾ വെള്ളം കുറവായിരുന്നു, ഇങ്ങനെ ഡൈവേർട്ടായി പോകണമെന്നുള്ളൂ. ഹെവി ഫോഴ്സിൽ വരുമ്പോൾ നേരെ അമ്പലത്തിനുള്ളിൽ കൂടെയാണ് ഈ വെള്ളം പുറത്തോട്ട് പോണേ. ഓക്കെ, ഇവിടെയൊക്കെ ആൾക്കാർ ഒന്ന് കുളിക്കാറും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ, കുറേ വേസ്റ്റും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. എന്നാലും ഈ കൊല്ലു നോക്കി നിങ്ങൾ, ബെഡാ നഷ്ടത്തൊക്കെ ഒലിച്ചു വന്നതാന്ന് പറയുമ്പോൾ കാൻറ്റ് ബിലീവ്. ഇവിടെ എന്തൊക്കെയോ ഐതിഹ്യം കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, കുറേ ആൾക്കാർ ഇങ്ങനെ വന്നിട്ട് സംഭവങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും. അല്ലെങ്കിലും എനിക്ക് തമിഴ്നാട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. തമിഴ്നാട്ടിലെ അമ്പലങ്ങൾ പിന്നെ എക്സ്പെഷ്യലി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് പീസാണ്. എന്താ പറയുക, ഭയങ്കര സമാധാനമാണ്. ഒന്നുമില്ലെങ്കിൽ നമ്മളിതാ ജസ്റ്റ് കല്ലിൻ്റെ അവിടെയൊക്കെ ഒന്ന് ഇങ്ങനെ പോയിരുന്ന് ഒരു 1 ഹവറൊക്കെ ഇങ്ങനെ ചുമ്മാ എൻ്റെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ച്, അല്ലെങ്കിൽ ഒന്നും ആലോചിക്കാതെ ഇങ്ങനെ ചുമ്മാ ഈ ക്ലൈമറ്റ് ആസ്വദിച്ച് ഇരിക്കാണ്ടല്ലോ. അത് തമിഴ്നാട്ടിൽ ഇവിടെ നിന്നല്ല, ഏത് അമ്പലങ്ങളിൽ നിങ്ങൾ പോയിക്കോ, ഭയങ്കര ശാന്തിയാണ് നമുക്ക്, ഭയങ്കര പീസ് ഓഫ് മൈൻഡാണ് ഗൈസ്. അപ്പോൾ അങ്ങനെയൊക്കെ കാര്യങ്ങൾ. അപ്പോൾ ഇതൊക്കെയാണ് ത്രിമൂർത്തി ഹിൽസ് ആൻഡ് ത്രിമൂർത്തി റിവർ ആൻഡ് ത്രിമൂർത്തി ടെമ്പിൾ, അതിൻ്റെ കഥകൾ. ആക്ച്വലി ഞാൻ പറഞ്ഞല്ലോ ത്രിമൂർത്തി എന്താണ്, ത്രിമൂർത്തി എന്ന് വിളിക്കുന്നതിൻ്റെ കാരണം എന്നാണിത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 3 മൂർത്തികൾ, ബ്രഹ്മ, ശിവൻ, വിഷ്ണു, ഇവരാണ് ആ 3 മൂർത്തികൾ. അതുകൊണ്ടാണ് ആക്ച്വലി ത്രിമൂർത്തികൾ എന്ന് പറയണത്. ഓക്കെ, ബ്രഹ്മൻ, ശിവൻ, വിഷ്ണു 3 പേരും പവർഫുള്ളാണ്. നമ്മളെ വെള്ളച്ചാട്ടം എല്ലാവരും കുളി കഴിഞ്ഞ് വരുന്ന ടീമാട്ടോ, നമ്മളങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കണത്. കുളിക്കാനായിട്ട് ഇവിടെ ഒരു അടിപൊളി സ്പോട്ടുണ്ട്, ലച്ചി. കൊച്ചി നടക്കാണ്ടെന്ന് തോന്നുന്നു അല്ലേ, തിങ്സോ. എനിവേ ലച്ചി. ഏകദേശം 1 കിലോമീറ്റർ നടക്കണുണ്ട് ഗൈസ് ഈ വാട്ടർഫോൾസിനോടൊക്കെ എത്തണമെങ്കിൽ. ടാസ്ക് ഉണ്ട്. മഴക്കാലത്തൊന്നും ഈ വഴി ഓപ്പൺ ആയിരിക്കില്ല കേട്ടോ, ഇതിലൂടെയൊക്കെ വെള്ളം കവറായി പോകും. എന്താണ് ഇത്രയും കഷ്ടപ്പെട്ട് പോയി കാണാൻ, നമുക്ക് നോക്കാം. ഇതാണ് നമുക്ക് എത്ര കഷ്ടപ്പെട്ട് വന്ന വെള്ളച്ചാട്ടം. സംഭവം ഇങ്ങോട്ട് വരാനുള്ള വഴിയൊക്കെ മുഴുവനാണ്, ഭയങ്കര രസമാണ് ആണോ, വേറൊരു രസമാണ് വരുന്ന വഴിയൊക്കെ. പക്ഷേ ഇവിടെ നോക്കി ഇരിക്കാൻ സെറ്റപ്പൊക്കെ. മഴക്കാലത്ത് വേറെ രസമായിരിക്കും കഴിച്ചു, വെള്ളം അത്രയും ഫുൾ ഫ്ലോ ഒഴുകുമ്പോൾ വേറെ മൂടായിരിക്കും. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയ ശോകാവസ്ഥകളുണ്ട്. ഈ പാറയൊക്കെ നോക്കി ഭീമൻ സാധനം അല്ലേ, യമണ്ട സാധനം. ആഹാ, ഭയങ്കര വിശാലമായിട്ടുള്ള സ്ഥലമാണല്ലോ. കൊള്ളാം. കുറേ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ വഴി പാസ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും ഈ ത്രിമൂർത്തി വാട്ടർഫോൾസും ത്രിമൂർത്തി ഹിൽസും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായില്ല ഗൈസ്. ഇത് കൊള്ളാട്ടോ, രസമായിട്ടുണ്ട്. സ്റ്റീൽ പാലൊക്കെ നോക്കി
അയ്യോ വെള്ളച്ചാട്ടം കൊള്ളാട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ അടിയിൽ നിന്ന് കുളിക്കാനൊക്കെ പറ്റും. അത് അടിപൊളിയായിട്ട് കുളിക്കാൻ പറ്റും സേഫായിട്ട്. അതിന് മുകളിലേക്ക് എത്ര 2 രൂപ കൊടുത്താൽ അങ്ങോട്ട് കയറി പോകാൻ പറ്റിട്ടാ. 10-30 രൂപ കൊടുത്തായി. കണ്ടതൊക്കെയാണ് ത്രിമൂർത്തി ഹിൽസിലെ കാഴ്ചകൾ. പിന്നെ ത്രിമൂർത്തി ഹിൽസിലെ വെള്ളം എന്തിനാണ് ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ. ത്രിമൂർത്തി ഡാമിൻ്റെ വെള്ളം എന്തിനാണ് ഉപയോഗിക്കുന്നത് പറഞ്ഞല്ലോ. പൊള്ളാച്ചിയിലുള്ള ഒട്ടുമിക്ക കൃഷി സ്ഥലങ്ങളിലും നമ്മുടെ അവിടുത്തെ ചാല് പോലെ ഇവിടെ എല്ലായിടത്തും കനാൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അവർ. എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ ജില്ലയിലത്തെ എല്ലാ ഊരുകളിലേക്കും ഈ ഡാമിൽ നിന്ന് വെള്ളം തുറന്നിടും. നിശ്ചിത സമയങ്ങളുണ്ട്, നിശ്ചിത മാസങ്ങളുണ്ട്. ആ മാസങ്ങളിൽ മാത്രമേ വെള്ളം തുറന്നിടുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ള വെള്ളം കാര്യങ്ങളെല്ലാം ഈ ഡാമിൽ നിന്നാണ് വരുന്നത്. വന്നിട്ടേ വന്നിട്ടേ കൊഞ്ച ദൂരത്താ ഇருக்கு. അപ്പോൾ അങ്ങനെ ഗൈസ്, അപ്പോൾ ഇവിടുത്തെ വെള്ളം ഉപയോഗിക്കുന്ന കൃഷി കാര്യങ്ങളെല്ലാം നമ്മുടെ പൊള്ളാച്ചി ഡിസ്ട്രിക്ട്, പൊള്ളാച്ചി മാവട്ടം മീൻസ് പൊള്ളാച്ചി കോയമ്പത്തൂർ മാവട്ടമാണോ? ആ, ബാക്കി നമുക്ക് അവിടെ തിരി കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ത്രിമൂർത്തി ഹിൽസ് വൈബ്സ്. ഓക്കെ, ഇച്ചിരി നടക്കാൻ കേട്ടോ, കുറച്ചുള്ളൂ. അപ്പോൾ നമ്മളിതേ വാട്ടർഫോൾ ട്രക്കെല്ലാം കഴിഞ്ഞ് തിരിച്ചിതേ അമ്പലത്തിൻ്റെ ടെമ്പിളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ത്രിമൂർത്തി ഹിൽസിൻ്റെ കാഴ്ചകൾ. അപ്പോൾ നമ്മളിത് വാട്ടർഫോൾ ട്രക്കിങ് കഴിഞ്ഞ് എത്തി. അപ്പോൾ ആക്ച്വലി ഈ വെള്ളം പോകുന്നതെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ വരുന്ന വഴിക്കൊരു ഡാം കണ്ടായിരുന്നു. ആ ഡാമിലോട്ടാണ് ഈ വെള്ളം എല്ലാം പോകുന്നത്. കണ്ടോ, നേരെ കാണുന്ന ഡാമാണ്, ആ കാണുന്ന പോർഷൻ ഡാമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ത്രിമൂർത്തി ഹിൽസിലെ കാഴ്ചകൾ. പിന്നെ ഈ വെള്ളം പോണത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ വെള്ളത്തോണ്ടുള്ള യൂസ് എന്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ത്രിമൂർത്തി ഡാം നമ്മൾ നേരത്തെ കണ്ട കോവിലിലത്തെ വെള്ളം വരുന്ന ജോയിൻ ആവണ ഭാഗം അവിടെയാണ്. ഓക്കെ, മഴക്കാലത്ത് ഇത് ഫുൾ ഔട്ടാ, വേറെ മൂടായിരിക്കും ഡാം. അതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ, ത്രിമൂർത്തി ഹിൽസിലെ വിശേഷങ്ങൾ അതൊക്കെയാണ്. ബാക്കി നമ്മളല്ല, അത് ബാക്കി അടുത്ത വീഡിയോസിൽ കാണാം. ഓക്കെ, ബൈ ബൈ. ആൻഡ് ലൈക്ക് ആയി ഒരു സബ് ചെയ്യാം.